എന്താ കുറെ നേരം വല്ലതുകൊണ്ട് ഒരു അത്യാവശ്യമായിട്ടേ കുറച്ച് ഡോക്യുമെന്റ്സ് അയക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീടിൻ്റെ ഒന്നുമല്ല, ഒരു പേഴ്സണൽ ഡോക്യുമെന്റ്സേ ഒരാൾക്ക് അയച്ചു കൊടുക്കാനുണ്ട്. എന്താ പരിപാടി? എന്താ ഉണ്ട് മോനെ, ഒരു സർപ്രൈസ് ആണ്. സർപ്രൈസാ? എന്നാ പറയടാ. സർപ്രൈസ് എങ്ങനെ ഇപ്പൊ പറയണേ? സമയം ആകട്ടെ, ചെയ്തോണ്ടിരിക്കുവല്ലേ. സർപ്രൈസ് ഒക്കെ നമുക്കുണ്ട്. അതെന്തിട്ടാ? നീ പറ, അപ്പൊ പറയാം. ചാത്തൻ സാധനോടാ. അതെ, എന്താ ബോഞ്ചോറ്. പണ്ടമാര് അർജന്റീനയിലെ ഗുഡ് മോർണിംഗ് ആണ് ബോൺചാർ. ഇവൻ എന്തിന്റെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വരാൻ അർജന്റീന ഒരു മാസം, ഒറ്റ മാസം ഞാൻ അർജന്റീനയിലേക്ക് പോണേ. തലക്ക് ഭ്രാന്താണ്. ഇവൻ ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറയും, തലക്ക് ഭ്രാന്താന്നൊക്കെ പറയും. ടിവിയിൽ കാണണോട്ടെ, ഞാൻ നമ്മളമ്മ കാണണമെങ്കിൽ ടിവിയിൽ നോക്കിയാൽ മതി. ഫുട്ബോൾ കളിയൊക്കെ വരില്ലേ, മെസ്സിയുടെ കൂടെ ഉണ്ടാവും ഞാൻ. പിന്നെ അതിനൊക്കെ കളിക്കാമെന്ന് പറയാൻ പറ്റില്ല. എന്ത് നീ ഫുട്ബോൾ ഇന്ന് പന്താങ്കിലും കണ്ടിട്ടുണ്ടാ? ഫുട്ബോൾ കളിക്കാൻ അറിയണ്ടല്ല, പിന്നെ ഗോളിയായിട്ടിരുന്നാൽ മതിയല്ല. ഗോളിയായിട്ടിരുന്ന ഫുട്ബോൾ വരുമ്പോൾ നമ്മൾ പിടിച്ച് ഇട്ട് കൊടുത്താൽ മതിയല്ലേ, തൂടുമ്പോൾ ഞാൻ ഇരുന്നാൽ മതി, അവർ കളിച്ചോളും. എന്ത് മണ്ടറാതൊക്കെ എടാ, അതിനല്ല പോണത്. ഞാൻ വേറൊരു വർക്കിന്റെ സംബന്ധമായിട്ടാണ് പോണത് അർജന്റീനയിലേക്ക്. നീ കാര്യത്തിലേക്ക് കിടക്ക്. പറഞ്ഞേക്കാം. അടുത്ത മാസം ഞാൻ ജോലിക്ക് വേണ്ടി അർജന്റീനയിലേക്ക് പോണേ. പിന്നെ വരുമ്പോ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടേ കാണുള്ളൂ നമ്മള്. വിസ കിട്ടിയ ഇവനായത് കാരണം വിശ്വസിക്കാൻ പാടാ. നീ തള്ളിക്കോ, മറിച്ച് എല്ലാരും ഇടരുത്. എല്ലാം സെറ്റാണ്. വിസ വന്നാ ഓക്കേടോ. ടിക്കറ്റ് കാശൊക്കെ ഭയങ്കര കൂടുതലാണോടാ. നിനക്ക് എങ്ങനെ അറിയാം? അർജന്റീനക്കൊക്കെ ഭയങ്കര ടിക്കറ്റ് കാശ്. അപ്പൊ ഓക്കെയാണ്, സംഗതി സെറ്റാ. എനിക്ക് 2-3 കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്, അതാണ്. പിന്നെ കാര്യം കൂടി പറഞ്ഞേക്കല്ലേ? എന്നാ പറയടാ. എൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. നിനക്കാ? ഞാനും പോകുവാണ്. അർജന്റീനയല്ല? അർജന്റീനയല്ല, ഇവിടെ കാര്യം അതൊക്കെ ചെയ്ത സ്ഥലം, അതൊക്കെ ആരെങ്കിലും പോവാം. ഞാൻ പോണത് എത്യോപ്യ. ഇന്ന് ഞാൻ സത്യം പറയട്ടെ, ഞാൻ അടുത്ത ആഴ്ച സുഡാനിൽ പോവണേ. എവിടാ? സുഡാൻ. എന്ത് ചൂടാൻ? സുഡാൻ അല്ലടാ, സുഡാൻ കേട്ടിട്ടുണ്ട്. ആ രാജ്യത്തേക്ക് പോണേ. ഞാനത്തെ ചൂടാൻ പോണേന്ന്. എനിക്കും ജോലി ശരിയായി. പിന്നെ നീ ഇത്ര നേരം എന്നോട് പറഞ്ഞില്ല? ഏജന്റ് പറഞ്ഞ ആരോട് ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞോണ്ടാണ് പഠിക്കൂന്ന്. നീ എന്ത് ചൂടാൻ പോണെന്നാ പറഞ്ഞ? പൊറോട്ട വിടാനാ? എടാ സുഡാനില് ഞാൻ പൊറോട്ട മേക്കറായിട്ടാ പോണ. എടാ സുഡാനിലേ ഞാൻ പൊറോട്ട മേക്കറായിട്ടാ പോണെന്ന്. എന്നാ പിന്നെ നിനക്ക് ഇവിടെ എവിടെങ്കിലും പൊറോട്ട അടിച്ചാൽ പോരാ? അവിടെ വരെ പോയി അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈയിടെ ഇവിടെ അടിച്ച് എന്ത് കിട്ടാനാ? വില 10-15 രൂപ കിട്ടും. അവിടെ എത്ര കിട്ടും? 5 ലക്ഷമാണ്. 5 ലക്ഷമാണ് കിട്ടണം അവിടെ. പൊറോട്ട അടിച്ചിട്ട് 5 ലക്ഷം രൂപ? എടാ, അപ്പൊ ബിരിയാണി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ കിട്ടുമല്ലേ? ഭയങ്കര കാശായിരിക്കൂലേ? 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസ അല്ലെങ്കിൽ ഇവിടുത്തെ പൈസ? അവിടുത്തെ പൈസ. ഇവിടുത്തെ പൈസ എത്ര ആയിരിക്കും? ഇവിടെ ഒരു 10-15,000 രൂപ ഉണ്ടാവും. ഇവിടെ പൊറോട്ട അടിച്ചാലും 30,000 രൂപ. അവിടെ പോയിട്ട് 15,000 രൂപ നീ പൊറോട്ട അടിക്കാൻ പോണം. നീ എന്തിട്ട് പല വട്ടണ്ട നിനക്ക്? ഈയിടെ ഇവിടെ നിന്ന് അടിച്ച നാട്ടുകാരാണ് ഇവിടെ. ഇതൊക്കെയാണ് കുഴപ്പം. നീ അവിടെ എന്ത് പണിക്കോണം? അവിടെ മൃഗശാലയുടെ ഇൻചാർജ്. നിനക്ക് പറ്റിയ പണിയാണ്. എന്താ? സിംഹവാലങ്കിറങ്ങിന്റെ ഒരു ഫിഗറും ഉണ്ട്. നിനക്ക് അവിടെ പോയി വെറുതെ നിന്നാച്ചാ മതി. ആക്കല്ലേ കേട്ടാ, കൂടുതലാക്കരുത്. നമ്മളെ പഠിപ്പിച്ച മാഷല്ലേ? നമ്മളെ ഏതായാലും പറക്കാൻ പോണേ. നമ്മൾ ചെയ്ത തെറ്റൊക്കെ ഒന്ന് പൊറുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹം മേടിച്ചിട്ട് എന്നാ അല്ലേ മാഷേ? മാഷേ മാഷെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കണായിരുന്നു. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാ വന്നത്. രഹസ്യമായിട്ടൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് പോലീസ് പിടിച്ചോടി മറ്റേ പരിപാടിക്ക് നിർത്തിയ. ഏതോ പരിപാടി? അഞ്ചാവ് വാങ്ങാൻ വന്നതല്ല ഞാൻ. രഹസ്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ അടുത്ത് അതായിരിക്കും. നിന്റെ അച്ഛനും അമ്മയും എന്നെ കണ്ടിരുന്നു. അവര് പറഞ്ഞു, നീ ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഇങ്ങനെ തേരാപ്പാരാ നടക്കുക, പണിയില്ല വേലയില്ല, അപ്പൊ അവനോടൊരു പണിക്ക് പോകാൻ പറയണം, ഒരു കല്യാണം കഴിക്കാൻ പറയണം. നീ നിന്റെ കാലം കഴിഞ്ഞ് അവരാരും നോക്കാനോ? അല്ല, നിനക്കൊരു പെൺതുണ വേണ്ടേ? നീ എന്നും കുന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയാ? അങ്ങനെ വെറുതെ പറ്റില്ല, എന്തെങ്കിലും ജോലി ശരിയാവണ്ടേ? ചത്ത് കിടക്കുമ്പോ അടുത്തിരുന്ന് കറിയാൻ ഒരാൾ വേണ്ടടാ. അത് നമുക്ക് വാടക ആരെങ്കിലും വിളിക്കാലോ. ചത്ത് കിടക്കണം, നീ എവിടെ പോയി വാടക വിളിക്കാനാ? ഞാൻ ചത്ത് കിടക്കുമ്പോഴാ. അതാ പറയണത്. അതിനൊരു ഒരു കുടുംബജീവിതം വേണം. അതിന് ഒരു ജോലി വേണമല്ലോ മാഷെ? ജോലിയാണ് ആദ്യം വേണ്ടത്. അതിലൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് മാഷാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ഞാൻ അർജന്റീനയിലേക്ക് പോണേ. അർജന്റീന നല്ല രാജ്യമാ. കായിക പ്രേമികളുടെ ഏറ്റവും വലിയ നല്ല
ഇഷ്ടമുള്ള ഒരു സ്ഥലവും കൂടിയാ. അതെ. അപ്പൊ നല്ല കാര്യം. അവിടെ പോയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ തീർച്ചയായിട്ടും. അവിടെ എന്നാ പണി എന്താ? അവിടെ എന്ത് പണിയൊന്നുമില്ല, എല്ലാ പണിയെടുക്കും. പുല്ലുപറിയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ചെയ്യും. എല്ലാം ചെയ്യും. അവിടെ പുല്ലുപറിക്കുന്നത് ഒരു അഭിമാനമാണ്. മെസ്സിയുടെ നാടല്ലേ? മെസ്സിയുടെ നാട് മിക്കവാറും. നിങ്ങളൊക്കെ എന്ത് ചെയ്തു? പക്ഷെ ഞാൻ എത്യോപ്യയിലേക്ക് എത്തി നോക്കാൻ. എത്യോപ്യയിലേക്ക്. ഞാൻ സുഡാനിലേക്ക്. നല്ല കാര്യം. അപ്പൊ 3 പേര് ഒരുമിച്ച് പറക്കാൻ പോകണം. 3 രാജ്യങ്ങളിലേക്ക്. അപ്പൊ ഇവിടെ നാട്ടിൽ നിന്നിട്ട് രക്ഷയില്ല, പണിയൊന്നുമില്ലല്ലോ. പണിയില്ലെന്ന്. അതാണ് മാഷിന്റെ അനുഗ്രഹം വേണം ഞങ്ങൾക്ക്. ഓ നന്നായി വരും. പണിയെടുത്ത് ജീവിക്കണേന് പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ഇല്ല, നല്ല ആരോഗ്യം ഉണ്ടായാൽ മതി. മാഷ് വന്നെങ്കിൽ മാഷിനെ കൊണ്ടുപോയിരുന്നല്ലേ? ഞാനിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്നല്ലേ. ഇനിയുള്ള ജീവിതമൊക്കെ പലരും വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോ ഈ പണിക്കൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെയൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഓമന കുഞ്ഞമ്മയുടെ ഭർത്താവ് രാജപ്പനാണ്. എടാ ഓമന കുഞ്ഞമ്മയില്ലേ? ഓമന കുഞ്ഞമ്മയുടെ ഭർത്താവ് രാജപ്പനാണോ നിന്നെ കൊണ്ടുപോണത്? എന്നെ കൊണ്ടുപോണ പുള്ളിയാണ്. നിന്നെ രാജപ്പനാ കൊണ്ടുപോണത്? നിന്നെ രാജപ്പൻ ചേട്ടൻ. നിന്നെ 3 പേരും രാജപ്പനാണ്. മാഷ് ഇതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഇവരുണ്ടെങ്കിൽ നമുക്ക് കാണാം. മാഷ് ഇങ്ങനെ പറഞ്ഞിട്ട് പോണു. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ഒന്ന് ഓമന കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയാലോ? എന്താടി മുറ്റം തൂക്കിയായിരുന്ന? അല്ല തുണിയലക്കണ് കണ്ടറിഞ്ഞൂടെ? ചേട്ടൻ എന്ത്? ചേപ്പച്ചേട്ടനാ? ഇല്ലല്ലോ ഇവിടെ. ഇല്ലേ? അതെ, കഴിഞ്ഞ ദിവസം ചേട്ടൻ വീട്ടിൽ വന്നായിരുന്നു. എന്ത് കാര്യത്തിന്? ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ താന്നും പറഞ്ഞു അപ്പൻ്റെ അടുത്തുനിന്നേ. 5 ലക്ഷം രൂപ വന്നേ. അപ്പനെ എവിടെ നിന്നിട്ട് കൊടുക്കാനാ? കടമെങ്കിലും മേടിച്ച് എവിടെന്നെങ്കിലും ഒപ്പിക്കുന്നു. അപ്പം കടമൊന്നും മേടിക്കാറല്ലേ ചേച്ചി, അതാണ് കൊടുത്തില്ല. ലാസ്റ്റ് അപ്പം പറഞ്ഞ പോലെ 5, 10, 50 ആയിരുന്നു ഒന്ന് തരായിരുന്നു. ലാസ്റ്റ് 50 മേടിച്ചിട്ടങ്ങ് പോയി. 50,000? 50,000 അല്ല, 50 രൂപ. 50 രൂപയാ? ഈ 5 ലക്ഷം കിട്ടേണ്ടടുത്ത് 50 രൂപ കിട്ടിട്ട് എന്തെടുക്കാനാണ് ചെയ്തു? വന്ന ഓട്ടോറിക്ഷ കൊടുക്കാനാണെന്ന്. ചേച്ചി ഉണ്ടെങ്കിൽ 50 രൂപ ഇങ്ങോട്ടാ. അയ്യേ, എന്താണ്? 2-3 ലക്ഷം രൂപ വരുന്നത് തിരിച്ചു തരാൻ ഒരു അന്തോഷം ഉണ്ടായിരുന്നു. ഈ 50 രൂപയുടെ എച്ചിക്കണക്കും പറഞ്ഞു വരാൻ നിനക്ക് നാണില്ല ഗീതു? എന്താ, ഞങ്ങൾ അധ്വാനിച്ച പൈസ ഇല്ലേ 50 രൂപ? വെറുതെ ഉണ്ടാവും അതങ്ങാട്. അയ്യേ, ഇത്ര നാണം കെട്ടത് നിങ്ങളാണാ? അയ്യടാ, കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു മേടിക്കാനോ അറിയാം. മേടിച്ചിട്ട് പോടി 50 രൂപ. അയ്യടാ, താങ്കട് വഴിയിലോട്ടല്ലേ വരുള്ളൂ. എന്ത് കാണിച്ചു തരാനെന്ന്? കാണിച്ചു തരാം, താങ്കട് വേട്ടാ. പിന്നെ 50 രൂപയ്ക്ക് ഞാൻ മുടിഞ്ഞു പോകാൻ പോകല്ലേ? നീ ആദ്യം വല്ലതും മേടിച്ച് തിന്നാൻ നോക്കടി, ഒടിഞ്ഞു പോകാതിരിക്കും. രോഗം വന്നിരിക്കണം. പിന്നെ ഇവളുടെ പ്രാസല്ലേ എനിക്ക് വലിക്കാൻ പോണത്. ഇത്ര നാൾ ഇവളല്ലേ എനിക്ക് ചെലവിന് തന്നത്. ഇല്ലല്ലോ. ആരാണ്? എവിടെ പോയി? ഉഗാണ്ടയ്ക്ക് പോയി. എപ്പോ പോയി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന്. എന്താണ്? അപ്പൊ നമ്മുടെ വിസ ഇവിടെ വിസയാ? ഞങ്ങളുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായ? ഇല്ല, ചേട്ടന്റെ വിസ വന്ന് അതിന് പോയി. ഞങ്ങളുടെ വിസ ഇവിടെ ഉണ്ടാവൂല. നിങ്ങളുടെ വിസയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ ശരിയാണ്? ഞങ്ങളുടെ എന്താണ് കാര്യം? എന്താണ്? അല്ല, ഞങ്ങള് എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ചേട്ടന് വിസ വന്ന് കൊടുക്കാനാണെങ്കിൽ ഞങ്ങളുടെ ഈ കാശുമില്ല. ഈ വിസക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ബന്ധുക്കളോട് മുഴുവനും തെണ്ടാവുന്ന തെണ്ടലും മുഴുവൻ തെണ്ടിട്ടും ഒരൊറ്റ ഇരപ്പകളും കാശ് കൊടുത്തില്ല. അവസാനം ഈ നാട്ടിലെ 3-4 നല്ലവരായ ചെറുപ്പക്കാർ 5 ലക്ഷം രൂപ വീതം കൊടുത്ത് സഹായിച്ചിട്ടാണ് ചേട്ടൻ ഇന്ന് കയറിപ്പോയത്. നിങ്ങളാരാണ്? ഇപ്പൊ പറഞ്ഞില്ലേ നല്ലവരായ ചെറുപ്പക്കാര്. ആ ചെറുപ്പക്കാരിൽ 3 പേരാണ് ഞങ്ങ. അയ്യോ, ആണോ? എന്റെ ദൈവമേ, നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും കേട്ടോ. പെണ്ണുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനേ വീട് പണയം വെച്ചിട്ടാണ് 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തത്, എന്റെ അർജന്റീനയെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. 1000 നന്ദി ഞാൻ അറിയിക്കണേ. എന്റെ ഉണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ്റെ 5 ലക്ഷം രൂപ കടം മേടിച്ചത്. നിങ്ങളുടെ ഭർത്താവ് എന്നെ എത്യോപ്യയിലേക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്റെ പൊന്നെ, കൂട്ടുകാരനും നിനക്കും നല്ലതേ വരത്തുള്ളൂ ജീവിതത്തില്. എന്റെ ഓമന കുഞ്ഞമ്മേ, എന്റെ ഭാര്യയുടെ കംപ്ലീറ്റ് സ്വർണ്ണം ഞാൻ വിറ്റിട്ടാണ് എന്നെ സുഡാനിലേക്ക് വിടാന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തത്. ആ വിസ എത്തണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. പൊന്ന് സഹോദര, ആ ഭാര്യക്ക് ഇനി ഇതുപോലെ സ്വർണം പണയം വെക്കാനുള്ള ആയുസ്സും ആരോഗ്യം ഒക്കെ തമ്പുരാൻ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നീ ഇവരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നാണോ അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള വിസ മേടിക്കാൻ വേണ്ടി വന്നാണോ? ചോദിക്കാൻ കണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് പൈസ കിട്ടണം അല്ലെങ്കിൽ വിസ കിട്ടണം. ഇത് ഞങ്ങൾക്ക് കിട്ടാണ്ട് ഇവിടുന്ന് പോകൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എനിക്ക് പൈസ തന്നാ അല്ലെങ്കിൽ കാശ് തന്നതിന് വല്ല തെളിവുണ്ടാ? ഇതൊന്നും ഇല്ലാണ്ട് എന്റെ അടുക്ക വന്ന് കാശ് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? നിങ്ങളെ
ചേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങേര് ഉഗാണ്ട പോയിട്ടുണ്ട്, അവിടെ ചെന്ന് മേടിക്കും. അല്ലാതെ എന്നോടല്ല ചോദിക്കട്ടെ. അങ്ങനെ വേഷം കെട്ട് കാണിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇവിടുന്ന് പൈസ മേടിച്ചിട്ട് ഇവിടുന്ന് പോകും. പൊറുതി തുടങ്ങിയ ഇവിടെ സത്യാഗ്രഹം ഇരിക്കാൻ വന്നേനാ. എന്നാ ഒരു കാര്യം കേട്ടോ, നിങ്ങളൊക്കെ കാശ് മേടിക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നതായിട്ടല്ല വെളി വരാൻ പോണത്. ഇവിടെ ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിൽ വന്ന് 3 ചെറുപ്പക്കാര് എന്നെ കേറി പീഡിപ്പിക്കാൻ ശ്രമിച്ച് കേറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഞാനൊരു പരാതി അങ്ങോട്ട് കൊടുക്കും. അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അവര് എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താണ്ടല്ല, നമ്മളൊക്കെ തൂങ്ങും. അതിനു മുമ്പേ നമ്മളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നമുക്ക് പോയി പരാതി കൊടുത്തല്ല. എന്റെ പൊന്നോ, നീ മണ്ടത്തരം പറയില്ലേ. എടാ, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും നമ്മൾ തന്നെ നിന്ന് മുള്ളണ്ടി വരും. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് തോമസ് സാറിനെ കാണാം. തോമസ് സാറാകുമ്പോഴേക്ക് ഒരുപാട് സാഹസികമൊക്കെ നടത്തിയിട്ടുള്ള ആളല്ലേ. എന്തെങ്കിലും ഐഡിയ പറഞ്ഞാണ്ടില്ല. തോമസ് സാർ തോമസേ, തുടങ്ങി പോലീസ് പണിയൊക്കെ നിർത്തിയ മാഷിനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. എനിക്ക് തൃപ്തിയായി മാഷെ. മിമിക്രി ബാലേന്ദ്രമേനോൻ അതല്ല, ബാലേന്ദ്രനെ എടുത്തല്ല, ഞാൻ മാഷിനെ കണ്ട് നെഞ്ചുവേദന, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയത്. എന്ത് പറ്റിയടാ? അയ്യോ, ഇതെന്നാ പറ്റിയത്? അല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ പറ്റി? പോലീസിലാണല്ലോ പരിപാടി. അപ്പൊ നമ്മൾ ഈ ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടോ? അല്ലല്ല, രണ്ടാഴ്ച മുമ്പ് 2 ബംഗാളികൾ ഇവിടെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് അവർ ഉത്തരാഖണ്ഡിലേക്ക് മുങ്ങി. അയ്യോ, ഇവിടെ ആ കേസ് എൻട്രി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനും ബാലം പോലീസും കൂടെ നേരെ ഉത്തരാഖണ്ഡിലേക്ക് ചെന്നു. ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ ഉത്തരാഖണ്ഡിൽ പോയപ്പം അവരുടെ നാട്ടിലെ ഒരു വേട്ട, ഞാൻ അവരെ പൊക്കാൻ വേണ്ടിയിട്ട് അവരിട്ട് ഓടിച്ച് അവർ 25 നില കെട്ടിടത്തിന്റെ മേളിലേക്ക് ചാടിക്കയറി. അവിടെ 25 നില കെട്ടിടം? ഇത് ഞാൻ തമാശ പറഞ്ഞല്ല. അവർ 25 നിലയുടെ മേളിൽ ചാടിക്കയറി, ഞാൻ അവിടെ പുറകെ ചാടിക്കയറി. അവരെന്നെ കണ്ട് പേടിച്ച് അവർ താഴേക്ക് ചാടി 8ാം നിലയിൽ വന്നു. ഞാനും ചാടി 8ാം നിലയിൽ വന്ന് അപ്പുറം ഇപ്പുറം തൂങ്ങിക്കിടക്കണേ. ഒരാഴ്ച സത്യം പറയണം, ഒരാഴ്ച ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് അവസാനം അവർ വിശന്ന് പട്ടിണി കൊണ്ട് കൈയൊക്കെ ശോഷിച്ച് കൈ വിട്ടുപോയി താഴെ പോയി. നീയാ? ഞാനും താഴെ വന്നു. പിടിക്കണമല്ല. അവസാനം അവർ പിസ്റ്റൾ എടുത്ത് എന്നെ വെടിവെച്ച്. അയ്യോ, അങ്ങനെ കൊണ്ടാ? ഭാഗ്യത്തിന് അതിൽ ഉണ്ടായില്ലായിരുന്നു. അവരുടെ പിസ്റ്റളിൽ ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ പിസ്റ്റൾ ഉണ്ടല്ലോ. ഞാൻ ആ പിസ്റ്റൾ എടുത്ത് ഉന്നം വെച്ചു. അപ്പം ഞാൻ മാഷിനെ ഓർത്തു. മാഷ് പഠിപ്പിച്ചെന്ന കാര്യം, എടാ വെടിവെക്കുമ്പോൾ ഒരു കണ്ണടച്ച് വെടിവെക്കണം. മാഷ് പറഞ്ഞു കൊടുക്കണം പണ്ട്. അതെ, ഒരു കണ്ണടച്ച് വെടിവെക്കണമെന്ന് ഞാൻ 2 കണ്ണടച്ച് ഒന്നും നോക്കാതെ ഷടപട വെടിവെച്ച് ഞാൻ അവരെ ഞാൻ പിടിച്ച് ഞാൻ കൊണ്ടുവന്നു. ഈ എന്റെ ശിഷ്യനല്ലടാ. 7, 8, 9 3 കൊല്ലമല്ലോ നിന്നെ പഠിപ്പിച്ചത്. അതെ. നീ അവസാനം 10 എത്തിയില്ല. അതിന് മുമ്പ് ഞാൻ HM ആയി. ഓർമ്മയുണ്ടോ നമ്മുടെ സ്കൂൾ കാലമൊക്കെ? എനിക്ക് ഓർമ്മയുണ്ട് മാഷ്. സത്യം പറഞ്ഞാൽ മാഷ് കണക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു. എന്റെ ചന്തിക്കിട്ട് ഒരുപാട് ചൂരലിന് തല്ലിയിട്ടുണ്ട്. എത്ര ചൂരൽ ഒടിഞ്ഞിട്ടുണ്ട്. അതെ. അതൊക്കെ നിങ്ങൾ അന്ന് സത്യം പറഞ്ഞാലുണ്ടല്ല, മാഷിന് വണ്ടി ഇടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ പറ്റണമെന്നല്ല, അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ ചന്തിക്കിട്ട് തല്ലുമ്പം മാഷ് വഴിയാവും മാഷിന്റെ ചന്തി ഏതെങ്കിലും തെരുവ് പട്ടി കടിച്ചെടുക്കണമെന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചന്തി ഇല്ലാത്ത മാഷ് പേര് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, മാഷ് ആ തന്ന അറിവില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടില്ലായിരുന്നു. നിന്റെ ജൂനിയറായിട്ട് പഠിച്ച 3 എണ്ണത്തിനെ ഞാൻ കണ്ട് തെടിത്തിരിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മാഷ് പഠിപ്പിച്ച മാഷിന്റെ ഒരു കാര്യം ഞാൻ മറന്നിട്ടില്ല. കുരുത്തക്കേട് നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. മാഷ് ക്ഷമിക്കണം. മാഷിന്റെ അറിവുണ്ടാവണം ഞാൻ ഒരു പോലീസുകാരനായത്. എനിക്കിങ്ങനെ ഒറ്റക്കണ്ണിൽ വെടിവെക്കാൻ പറ്റിയത്. അതെ തോമസേ, ഈ എന്നെ ഉഗാണ്ട കൊണ്ടുപോകാന്നും പറഞ്ഞ് ഒരുത്ത് സ്ഥിരമായിട്ട് വിളിക്കുവായിരുന്നില്ലേ? അവന്റെ വിളി ഇന്ന് രാവിലത്തോടു കൂടി നിന്നിട്ടാ. നന്നായി മാഷ്, ഞാൻ പറഞ്ഞ പോലെ കേട്ടല്ല. ഞാൻ പഠിപ്പിച്ചല്ലേ ഇവനാ. അപ്പൊ ഇവനൊരു ബൈക്ക് വെച്ചപ്പോ നമ്മ ഒന്ന് കാണണ്ടേ? മാഷ് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ മാഷ് ചെറിയൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ഞങ്ങള് വിദേശത്ത് പോകും. നിങ്ങൾ പോണെന്ന് പറഞ്ഞു. പോണെന്ന് പറഞ്ഞു. മാഷ് ഒരു ചെറിയൊരു അലസത കാണിച്ചപ്പോ ഞങ്ങൾ അവന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നേ. മറ്റവന്റെ നമ്മുടെ രാജപ്പന്റെ വീട്ടിൽ ഇല്ല. അവൻ ഞങ്ങളെ പറ്റിച്ചിട്ട് അവര് ഉഗാണ്ടക്ക് പോയെന്ന് ഞാനൊന്നും പറയാതെ ഒരു സൂചന ഇട്ട് തന്നത് എന്താണെന്നറിയാം.
എനിക്ക് അനുഭവമുണ്ട്. എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞവനാണ് അവൻ. ആദ്യം 1 ലക്ഷം കൊടുക്കണം, പിന്നെ 2 ലക്ഷം കൊടുക്കണം, പിന്നെ പകുതി കൊടുക്കണ്ട, എയർപോർട്ടിൽ വെച്ച് 5 കൊടുത്താൽ മതി എന്ന് പറഞ്ഞവനാ. വിദേശത്ത് പൈസ കൊടുത്തോ? എടാ എന്നെ പറ്റിച്ചവൻ. തോമസ് സാറേ, ഞങ്ങള് ഒരാൾക്ക് വിദേശത്ത് കൊണ്ടുപോയി രാജപ്പനെ തോമസേ, രാജപ്പനെ കൊണ്ട് എത്ര കൊടുത്ത്? ഞാൻ 5 ലക്ഷം രൂപ കൊടുത്ത്. നീയാ 5. നിങ്ങൾക്ക് ഇത് ആരുടെ ചോദിച്ചിന്റെ പൈസ കൊടുക്കണം? അല്ല എല്ലാവർക്കും ഉള്ള കുഴപ്പമാണിത്. ആരോടും ആലോചിക്കാതെ വിദേശത്ത് ആരെങ്കിലും കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റേഷനിൽ പറയുകയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പറയുകയോ അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് ആലോചിക്കുക ഒന്നും ചെയ്യില്ല. പറഞ്ഞേക്ക് നിങ്ങൾ വീട് പണയാൻ വെച്ച കാശും അതും ഇതൊക്കെ കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് അവർ മുങ്ങിക്കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വരും. ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ അല്ല നിങ്ങൾ തോന്നിയവാസം കാണിച്ചതാണോ? അത് ഞാൻ ചോദിക്കണത് നിങ്ങളുടെ തോന്നിയവാസം കാണിച്ചതാണോ അല്ലയോ? തോമസേ, എടാ ഇവനാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തവൻ. ആരാ? ഇവൻ എന്നെ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോവാം, ഇപ്പൊ പൈസ കൊടുക്കണ്ട, അവിടെ ചെന്നാൽ കൊടുത്താൽ മതി എന്നും പറഞ്ഞാണ് ഇവൻ വിളിക്കണത്. ഇവനോട് ഞാൻ എന്ത് പറയണം? ഒന്നും പറയണ്ട. അവന്റെ നമ്പറിങ് തന്നെ അവനെ ഞാൻ പൊക്കി മാഷിന്റെ മുമ്പിൽ കൊണ്ടത് അതെന്റെ ഒരു ഗുരുദക്ഷിണയാണ്. അല്ല തോമസ് സാറേ, ഞങ്ങളെ പറ്റിച്ചിട്ട് പോയാൽ അവനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും. എടാ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പൈസ കൊടുത്തത്? ഇല്ല. അപ്പൊ നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഈ മാഷിനെ നിങ്ങൾ കണ്ടുപഠിക്കണം.